ഇസ്രായേൽ കഴിഞ്ഞ 11 മാസമായി നടത്തിവരുന്നവരുടെ സൈനിക നീക്കം ഫലം കണ്ടതായിട്ട് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 11 മാസമായി ഇസ്രായേൽ സേന നടത്തി വന്ന ഈ സൈനിക നീക്കത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഗസയിൽ നിന്ന് ഈ ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നിൽക്കുകയായിരുന്നു. അത് അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ കഴിഞ്ഞു, അവരുടെ സംഘടിതമായ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു, അവരെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് മന്ത്രി പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇനി വടക്കൻ മേഖലയിൽ ഒരു കര യുദ്ധത്തിന് വേണ്ടി തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ലെബനൻ കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വടക്കൻ മേഖലയിൽ ലെബനൻ കേന്ദ്രമാക്കി ഇസ്രായേലിന് നേരെ നിരന്തരം റോക്കറ്റ് ആക്രമണം നടന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നൊരു സൂചനയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലുണ്ട്. ഇതിനിടയിൽ 1.5 മാസത്തേക്ക് വെടിനിർത്തുകയും പരസ്പരം ബന്ദികളെ കൈമാറാൻ ഇനി 97 ബന്ദികളെയാണ് ലഭിക്കാനുള്ളത്. ആ 97 ബന്ദികളെ കൈമാറുന്ന ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇസ്രായേലിന്റെ ഒരു പുതിയ പ്രസ്താവന ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞ 11 മാസം കൊണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നു. അത് കരയുദ്ധമായിരിക്കും, അത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആയിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്ന് കൂടി മന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.